ഇന്ത്യയിൽ നിന്ന് മാത്രം 100 കോടി എന്ന് പറയുന്ന ഫിഗർ ഫസ്റ്റ് ഡേ ടച്ച് ചെയ്ത സിനിമകൾ ഏതൊക്കെയെന്ന് നമുക്കൊന്ന് നോക്കണം. അത് ആദ്യമായിട്ട് അച്ചീവ് ചെയ്തത് 2017 ബാഹുബലി 2 എന്ന് പറയുന്ന പടമാണ്. നമുക്കറിയാം ഇന്ത്യക്കാരെ മൊത്തം തിയേറ്ററിലേക്ക് വെയിറ്റ് ചെയ്യിപ്പിച്ചിരുത്തി കൊണ്ടിരുത്തിയ പടമാണ്. അത് 100 കോടി ഇന്ത്യയിൽ നിന്നും വേൾഡ് വൈഡ് 200 കോടിക്ക് മുകളിലും കളക്ട് ചെയ്തു. അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞ് 2019 വരുമ്പോൾ ബാഹുബലി ഇമ്പാക്റ്റിൽ വന്ന പ്രഭാസിൻ്റെ സാഹോ ആ ഒരു നേട്ടം വീണ്ടും കൈവരിച്ചു. പിന്നെ ഒരു 2-3 വർഷം കഴിഞ്ഞ് 2022 വരുമ്പോൾ ടോളിവുഡ് ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് RRR സാൻഡൽവുഡ് നമ്മുടെ കന്നഡ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് KGF ചാപ്റ്റർ 2 ഈ ഒരു നേട്ടം അച്ചീവ് ചെയ്തു. പിന്നെ തുടർന്നുള്ള ഓരോ വർഷങ്ങളിലും 100 കോടി എന്ന് പറയുന്ന ഫിഗർ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് ടച്ച് ചെയ്യുന്ന ഒരു സിനിമയെങ്കിലും ഉണ്ടായിട്ടുണ്ട്. 2023 നോക്കാൻ നേരത്ത് 2 സിനിമകളാണ് പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ, അങ്ങനെ തന്നെ വിളിക്കാം, പ്രഭാസിൻ്റെ ആദിപുരുഷും സലാറും. ആദിപുരുഷ് അപരാധാണ്, എങ്കിലും ഈ 2 സിനിമകളും ഇന്ത്യയിൽ നിന്നും 100 കോടി വാരി. ഇനി 2024 വരാൻ നേരത്ത് 2 അല്ല 3 സിനിമകളാണ്. 3ഉം ടോളിവുഡ് ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് മാത്രം വന്ന സിനിമകളാണ്. അതാണ് അത്ഭുതം. അതിൽ വീണ്ടും എഗെയിൻ പ്രഭാസ് ഉണ്ട്, കൽക്കി പാർട്ട് 1 ഉണ്ട്, ദേവര നമ്മുടെ ജൂനിയർ NTRന്റെ ദേവരയുണ്ട്. മൂന്നാമതായിട്ട് ഇന്ത്യ മൊത്തം അടിച്ച് തൂഫാനാക്കിയ അല്ലു അർജുൻ്റെ പുഷ്പ 2 എന്ന് പറഞ്ഞ സിനിമയുണ്ട്. ഇനി 2025 വരികയാണെങ്കിൽ ഇതാണ് അത്ഭുതം, ലോക അത്ഭുതമായിട്ട് നമ്മൾ കാണുന്ന ദി പവർ സ്റ്റാർ പൂവൻ കല്യാണിൻ്റെ, അതും ടോളിവുഡിൽ നിന്നാണ്, ദൈ കാൾ ഹിം OG.